സാധാരണ പനി പിടിച്ച എല്ലാവരും കഞ്ഞിയും കുടിച്ച് ചുരുണ്ട് കിടക്കാനല്ലേ വിചാരിക്കുക. എനിക്കാണെങ്കിൽ പനി വന്നാൽ പിന്നെ നല്ല ചൂടുള്ള ചിക്കൻ കറി, നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച് ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ ഒരാഗ്രഹം കേട്ടോ. വറുത്തരച്ചിട്ട് ഉണ്ടാക്കാനാണ്. പക്ഷെ എൻ്റെ മൂക്കൊന്നും അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല തൊണ്ടവേദനയും തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിൽ വെക്കാനാണ് മോഹം ഉണ്ടായത്. അതും അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ ഒരു രുചി വേറെയാണല്ലോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഉണ്ടായിരുന്നതിനെ കൊണ്ടൊരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പനിയൊക്കെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കറിയും കൂടി ഉണ്ടാക്കിയേക്കാമെന്ന്. പുറത്ത് പോയി കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിട്ടിട്ടാണ് ഉണ്ടാക്കുക. കൂടുതലായിട്ട് കറിവേപ്പില ഞാൻ ചേർക്കും കേട്ടോ, കാരണം നല്ലൊരു ടേസ്റ്റ് വരികയും ചെയ്യും. പിന്നെ വീട്ടുമുറ്റത്തെ കറിവേപ്പില ആകുമ്പോൾ രുചി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സംസാരിക്കാനായിട്ടും എല്ലാത്തിനും. മരുന്ന് പിടിച്ചതുകൊണ്ടാണ് ഒടുക്കത്തെ ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇട്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത്, പിന്നെ നമ്മളുടെ മല്ലിപ്പൊടിയൊക്കെ ഞാൻ നമ്മളുടെ തേങ്ങയുടെ കൂടെ വറുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി തക്കാളിയും ഇഞ്ചിയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഓൾറെഡി ഞാൻ കുരുമുളക് നല്ലോണം ചേർത്തിട്ടുണ്ട്. ആ ഒരു എരിവ് നന്നായിട്ട് തൊണ്ടയിൽ തട്ടുമ്പോഴേക്ക് നമ്മുടെ മൂക്കിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും, തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചതും. പിന്നെ നല്ല ടേസ്റ്റും ആണല്ലോ. ഇനി കൈവച്ച് നന്നായിട്ട് ഞരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത്തിരി വെള്ളവും ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ലാസ്റ്റ് താളിക്കാൻ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ വെളിച്ചെണ്ണ തൊട്ടിട്ടില്ല. അങ്ങനെ വെളിച്ചെണ്ണ കുറച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ കറി കൂടിയാണ്. അപ്പോൾ ടേസ്റ്റ് കുറവായിരിക്കുമെന്ന് പേടിക്കേണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അടുപ്പ് കത്തിക്കലും ഒരു ടാസ്ക്കായി മാറിയിട്ടുണ്ടായിരുന്നു. ഊതാനൊന്നും എനിക്ക് വയ്യായിരുന്നു, എന്നാലും ഞാൻ ആക്കി അടങ്ങും എന്നുള്ള വാശിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. വെള്ളവും ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ച് വന്നതിന് ശേഷം മാറ്റി വെച്ചു. ഇനി ചിക്കൻ ഏകദേശം ഒരു 3/4 വേവായതിന് ശേഷം ഈ അരപ്പും ചേർത്ത് നന്നായിട്ട് വേവിക്കണം കേട്ടോ. എന്തായാലും പണിയെടുത്ത് തുടങ്ങിയതല്ലേന്ന് വിചാരിച്ചു കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അത് അരിഞ്ഞെടുത്ത് അതിനെ കൊണ്ടൊരു വറവും കൂടി ആക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പണി അങ്ങ് കഴിഞ്ഞല്ലോ. അപ്പോഴേക്ക് ചിക്കൻ 3/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ചധികം വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പറ്റി വന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. എന്നാലാണ് മല്ലി നന്നായിട്ട് വെന്ത് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അപ്പോഴാണ് അതിന് യഥാർത്ഥ രുചിയും വരിക. ഇനിയിപ്പോൾ ഉള്ളി താളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. സംഭവം സെറ്റ്. ഇനി ഒരു പിടി പിടിക്കട്ടെ.